പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ഖനൌരിയിൽ നിരാഹാര സമരമിരിക്കുന്ന കർഷകരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ചർച്ച ഫെബ്രുവരി 14 നടക്കും. വൈദ്യസഹായം സ്വീകരിക്കാൻ ഇതോടെ ദല്ലേവാൾ തയ്യാറായിട്ടുണ്ട്. സ്വാതി സന്തോഷ് കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. സ്വാതി, ഏതാണ്ട് 50-55 ദിവസങ്ങളായി നിരാഹാര സമരത്തിലാണ് ദല്ലേവാൾ ഉൾപ്പെടെയുള്ളവർ. ഇപ്പോൾ ഒരു കൃത്യമായ ചർച്ച അല്ലെങ്കിൽ അനുഭാവപൂർവ്വമായ നിലപാട് അത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. തുടക്കത്തിൽ ചർച്ച എന്നൊക്കെ പറഞ്ഞുവെങ്കിൽ പോലും തുടർ തീരുമാനങ്ങൾ വരാത്തതിലും വലിയ പ്രക്ഷോഭം ഈ സംയുക്ത ഈ കർഷക സംഘടനകൾക്കൊക്കെയും ഉണ്ടായിരുന്നു. ഈ ഫെബ്രുവരി 14 എന്ന് പറയുന്നത് അത് കൃത്യമായ ഒരു നിലപാടാണോ ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്? കാവ്യ, ഈ ദല്ലേവാൾ ഉൾപ്പെടെയുള്ള കർഷക നേതാക്കളുടെ നിരാഹാര സമരം ഈ ഖനൌരിയിൽ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ വലിയ പ്രതിഷേധവുമായി പ്രക്ഷോഭം ഘടിപ്പിക്കാനുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ വരുന്ന 21-ന് ദില്ലി ചലോ മാർച്ചിനടക്കം ആഹ്വാനം ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ചർച്ച കർഷകരുമായി നടത്താം എന്നുള്ളൊരു തീരുമാനം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളതിൽ കൂടുതൽ വിലയിരുത്തലുകൾ ഇനിയും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ ഫെബ്രുവരി 14 കർഷകരുമായി ചർച്ച നടത്താം എന്നുള്ളൊരു കാര്യമാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കർഷകർ പ്രക്ഷോഭം ഘടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഖനൌരിയിൽ ഈ ദല്ലേവാളിന് ഉൾപ്പെടെ ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് 111ഓളം കർഷകർ ഇപ്പോൾ നിരാഹാരം ആരംഭിച്ചിട്ടുണ്ട്. ആ നിരാഹാരം പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ദില്ലി ചലോ മാർച്ചിനടക്കം കർഷകർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സംയുക്ത കിസാൻ മോർച്ചയും അതോടൊപ്പം മസ്ദൂർ മോർച്ചയും ഉൾപ്പെടെയുള്ള കർഷക സംഘടനകളെ ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് കൂടുതൽ കർഷക ഐക്യം രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനങ്ങൾ കർഷകർ നേരത്തെ തന്നെ കൈക്കൊണ്ടിരുന്നു. അതിന്റെ ഭാഗമായി ഈ ദല്ലേവാളിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായി തുടരുന്ന സാഹചര്യമുണ്ട്. അതിൽ സുപ്രീം കോടതി അടക്കം ഇടപെട്ടുകൊണ്ട് ഈ പഞ്ചാബ് സർക്കാരിനെ വിമർശിക്കുകയും കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന അടിക്കടി മുന്നറിയിപ്പും നിർദ്ദേശവും നൽകിയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ കേന്ദ്ര സർക്കാർ സൂചിപ്പിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 14-ന് ചണ്ഡീഗഡിൽ വെച്ച് ചർച്ച നടത്താം എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത്. എന്തായാലും ഈ ഒരു തീരുമാനത്തിന് പിന്നാലെയാണ് ദല്ലേവാൾ ഇപ്പോൾ വൈദ്യസഹായം സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വന്നിട്ടുള്ളത്. ഏകദേശം 54 ദിവസമായി ഈ ദല്ലേവാൾ നിരാഹാര സമരം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. 20 കിലോ ശരീരഭാരം ഉൾപ്പെടെ 20 കിലോ കുറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ ആശങ്കകൾ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുന്നു എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്. കാവ്യ, കർഷകരുടെ പോരാട്ട വീര്യത്തിന്റെ ഈ സമരത്തിന്റെ ഒക്കെയും ചൂട് നേരത്തെയും എത്രയോ തവണ അറിഞ്ഞതാണ് കേന്ദ്ര സർക്കാർ. മറ്റ് നിവർത്തികളൊന്നുമില്ലാതെ മടക്കേണ്ടി വരുന്ന ഒരു സ്ഥിതി അത് കേന്ദ്ര സർക്കാരിന് മുന്നിൽ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ശംഭു അതിർത്തിയിലടക്കം കർഷക പ്രക്ഷോഭം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. ഒടുവിൽ ഈ ഒരു കർഷക പ്രക്ഷോഭത്തിനു മുന്നിലും കേന്ദ്ര സർക്കാരിന് എന്തായാലും നയങ്ങൾ തിരുത്തേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഈ ചർച്ചയിലേക്ക് എത്തുമ്പോൾ ഏത് നിലയിലൊരു ചർച്ച എന്നതാണ് നിലവിലെ തീരുമാനം. കർഷകരുടെ പ്രധാന ആവശ്യങ്ങൾ ഇപ്പോൾ മുൻനിർത്തി അവർ വെക്കുന്നത് എന്താണ്? കാവ്യ, നേരത്തെ തന്നെ കർഷകർ സൂചിപ്പിച്ചത് ഒന്ന്, ഈ മിനിമം താങ്ങുവില നിയമപരമാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി കർഷകർ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ കർഷക ബില്ല് നേരത്തെ ഇപ്പം 3ാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കൊണ്ടുവന്ന കർഷക വിപണന കരട് ചട്ടം അത് പിൻവലിക്കണം എന്നുള്ള ആവശ്യം കൂടി കർഷകർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത്തരത്തിൽ വിവിധ ആവശ്യങ്ങൾ, അതുപോലെ തന്നെ കാർഷിക വായ്പകൾ എഴുതിത്തള്ളുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് കർഷകർ മുന്നോട്ട് വെക്കുന്നത്. ഈ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കണം എന്നുള്ളത് തന്നെയാണ് കർഷകരുടെ ആവശ്യം. ഇത് സംബന്ധിച്ച ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ പരിഗണിക്കും, അല്ലെങ്കിൽ ഇത് ഒരു നേരത്തെയും ചർച്ച നടത്താം എന്നുള്ള തരത്തിലേക്കൊക്കെ തന്നെയും ഈ പഞ്ചാബ് സർക്കാർ അടക്കം പറഞ്ഞിരുന്നു. എങ്കിൽ പോലും ആ ചർച്ചകളൊന്നും തന്നെ നടക്കാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചർച്ച നടത്താം എന്നുള്ളത് എത്രത്തോളം ഉറപ്പുണ്ട് എന്നുള്ളതിൽ ഇപ്പോഴും ഒരു ആശങ്ക കർഷകർക്ക് നിലവിലുണ്ട്. എന്നിരുന്നാലും ഈ കർഷകരുടെ പ്രക്ഷോഭം ഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ളൊരു തീരുമാനം കർഷകർ അറിയിച്ചിട്ടുണ്ട്. ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നെങ്കിലും അത് എത്രത്തോളം ഫലപ്രദമാകും എന്നുള്ളൊരു ആശങ്കയാണ് ഇപ്പോൾ കർഷകർക്ക് ഉള്ളത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് കർഷകർ പോകുമെന്നുള്ളത് അങ്ങനെ തന്നെ കാണേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദല്ലേവാളിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച ആശങ്ക നിലനിൽക്കുമ്പോൾ ഈ കർഷകർ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം ഈ വൈദ്യസഹായം ഉൾപ്പെടെ സ്വീകരിച്ചിട്ടുള്ളത്. ഇനി ഫെബ്രുവരി 14-ന് എത്തരത്തിലായിരിക്കും ചർച്ച പുരോഗമിക്കുക, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ എങ്ങനെയായിരിക്കും തീരുമാനമെടുക്കുക എന്നുള്ളത് കൂടിയാണ് നോക്കിക്കാണേണ്ടത്. കാവ്യ.
എന്തായാലും ജഗ്ജീത് സിംഗ് ദലേവാൾ ഈ ഒരു കേന്ദ്ര സർക്കാർ നിലപാടിന്റെ പശ്ചാത്തലത്തിൽ വൈദ്യസഹായം സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഫെബ്രുവരി 14 ചണ്ഡീഗഡിൽ ചർച്ച നടത്താമെന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കർഷകർക്ക് ലഭിച്ചിരിക്കുന്ന സൂചനകൾ. എന്താണ് വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതും കാണേണ്ടിയിരിക്കുന്നു. സമഗ്ര വിവരങ്ങളാണ് സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്നും നൽകിയത്.